സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റ് ഇവല്യൂഷൻ ഇൻ ആൻഷ്യൻ സിവിലൈസേഷൻ, പ്രീ സയൻറ്റിഫിക് പീരിയഡ് ഓർ മിഡീവിയൽ പീരിയഡ്, ആൻഡ് സയൻറ്റിഫിക് ആൻഡ് ഫങ്ഷണൽ അപ്രോച്ച് ഓഫ് മാനേജ്മെൻറ്റ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് മോഡേൺ പീരിയഡ്, മാനേജ്മെൻറ്റ് ഇൻ മോഡേൺ പീരിയഡ്. ഇങ്ങനെ 4 ഹെഡുകളുണ്ട്. അതിൽ ആൻഷ്യൻ സിവിലൈസേഷനും അതുപോലെ തന്നെ പ്രീ സയൻറ്റിഫിക് പീരിയഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സയൻറ്റിഫിക് പീരിയഡിൽ ഓർ സയൻറ്റിഫിക് ആൻഡ് ഫങ്ഷണൽ അപ്രോച്ച് ഓഫ് മാനേജ്മെൻറ്റിലെ സയൻറ്റിഫിക് ഏരിയ നമ്മൾ പറയുന്നത് അതിൽ ജസ്റ്റിസ് ചാൾസ് ബാബേജും അതുപോലുള്ള റോബിൻസൺ പോലുള്ളവരൊക്കെ എന്ത് ചെയ്തു, ഈ ഒരു സയൻറ്റിഫിക് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അവരെന്ത് ചെയ്യില്ല, അത് കംപ്ലീറ്റ് ചെയ്യാതെ അവർ മറ്റൊരു ഡിസിപ്ലിനിലോട്ട് മൂവ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. ആൻഡ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനെ നമ്മൾ എടുക്കുന്നിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേര് ഫെഡറിക് വിൻസ്ലോ ടെയ്ലർ എന്നാണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നറിയപ്പെടുന്നതും. ഓക്കെ, അപ്പോൾ FW ടൈലറിൻ്റെ സ്റ്റഡീസ് നമ്മൾ പറഞ്ഞിരുന്നു. ഒബ്സർവേഷൻ, മെഷർമെൻറ്റ്, സ്റ്റാൻഡർഡൈസേഷൻ പോലുള്ള കാര്യങ്ങളിലായിരുന്നു കൂടുതൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഊന്നൽ കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് FW ടൈലറുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 പ്രിൻസിപ്പിളുകളെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ സയൻറ്റിഫിക് മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ഫസ്റ്റ് 2 പ്രിൻസിപ്പിൾസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡെവലപ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്സും പ്ലാനിങ്ങും. ഈ 2 പ്രിൻസിപ്പിൾസിലും സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് പ്ലാനിങ്ങിൽ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് മെറ്റീരിയൽസും അതുപോലെ തന്നെ ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്കേഴ്സിനെ എന്ത് ചെയ്യുന്നു, സയൻറ്റിഫിക്കലി സെലക്ട് ചെയ്യാം. അതായത് ഒരു ഓർഗനൈസേഷന് എന്ത് നീഡാണോ, ഏതൊരു ജോബ് പൊസിഷനാണോ വേക്കൻ്റായി കിടക്കുന്നത്, ആ ജോബ് പൊസിഷനിലേക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് മേനെ തന്നെ സെലക്ട് ചെയ്യാം. ഓക്കെ, നേച്ചർ ഓഫ് റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ആൻഡ് ആ ഒരു സെലക്ട് ചെയ്യുന്നത് ഏറ്റവും ആ ഒരു ടാസ്ക് ആ ഒരു പൊസിഷനിലുള്ള ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് ആരാണോ അയാളെ കൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യിക്കേണ്ടത്, ആ ഒരു വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു മാനേജർ എന്നുള്ളൊരു പോസ്റ്റാണ് വേക്കൻ്റായി കിടക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു മാനേജറായിട്ടുള്ള പോസ്റ്റിന് ഏറ്റവും ഉചിതമായിട്ടുള്ള വ്യക്തി ആരാണോ, ലൈക്ക് അതിപ്പോൾ ഒരു MBA ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരുപാട് 2-3 ഇയർ അല്ലെങ്കിൽ 2-3 കമ്പനികളിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അതായത് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആൾക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ കൂടുതലാണ്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽ കൂടുതലാണ്, അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്കില്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് അതാണ് സയൻറ്റിഫിക് സെലക്ഷൻ എന്നുകൊണ്ട് മീൻ ചെയ്തത്. അതായത് ആ ഒരു ജോബിന് റിക്വയർഡ് ആയിട്ടുള്ള ജോബിന് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് മേനെ തന്നെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ടാസ്കുകൾ കൊടുക്കുമല്ലോ. ആ ടാസ്കിന് മുൻപായിട്ട് എന്ത് ചെയ്യണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ, ഇറ്റ് ഈസ് ബെറ്റർ ടു ഗീവ് ട്രെയിനിങ് ബിഫോർ എ വർക്ക് ഈസ് ആക്ച്വലി അലോട്ടഡ് ടു ഹിം. അയാൾ ചെയ്യേണ്ട ജോബ് എന്താണോ അത് അയാൾക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യണം, അയാൾക്ക് ട്രെയിനിങ് സെഷൻ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മളെല്ലാം കാണുന്നില്ല, ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഒരു 3 മന്ത് ട്രെയിനിങ് പീരീഡ് ആണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ്, പ്രൊബേഷൻ പീരീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ പറയും. അപ്പോൾ ആ ഒരു ട്രെയിനിങ് പീരീഡിൽ അയാൾക്ക് ഇയാൾ ചെയ്യേണ്ട ജോലി ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാനുള്ള ബേസ് നമ്മളെ സുപ്പീരിയേഴ്സൊക്കെ ട്രെയിനിങ്ങിലൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ട്രെയിൻ ചെയ്തെടുത്ത ഒരു എംപ്ലോയിക്ക് ആക്ച്വലി അയാൾ ആ വർക്കിലേക്ക് വരുമ്പോൾ എന്തുണ്ടായിരിക്കും, എറേഴ്സുകളും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കുറവായിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും റിക്വയർഡ് ആയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് മേനെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആൻഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്കർക്ക് എന്ത് കൊടുക്കും, ട്രെയിനിങ് കൊടുക്കുന്നു. ട്രെയിൻ ചെയ്തെടുത്ത ആ ഒരു അത്രയും സ്കില്ലുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയെ നമ്മൾ ട്രെയിൻ ചെയ്തെടുത്ത് നമ്മളൊരു ഓർഗനൈസേഷന് വേണ്ട പ്രൊഡക്റ്റീവാക്കി മാറ്റുകയാണ്. ഓക്കെ, അതാണ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസിലെ 3ാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രിൻസിപ്പിൾ. ആൻഡ് ദ 4th വൺ ഈസ് കോഓപ്പറേഷൻ ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു സിംഗിൾ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കൂടിച്ചേർന്ന ഒരു ഏരിയയാണ്. ഓക്കെ, അങ്ങനെ ഒരു പ്ലേസിൽ കുറേ ആളുകൾ കൂടിച്ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കില്ല. എങ്ങനെയാലും ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അവിടുത്തെ CEOs എന്ന് പറയുന്നത് അവിടുത്തെ ആരാണ്, എംപ്ലോയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ MDയോ മാനേജിങ് ഡയറക്ടർ അങ്ങനെ ആരെങ്കിലും ആയിക്കോട്ടെ, അവരവിടുത്തെ എംപ്ലോയറാണ്. അവർക്ക് സാലറി കൊടുക്കുകയും മറ്റും ചെയ്യുന്ന ഒരു എംപ്ലോയീസ്, അതായത് അവർ സാലറി കൊടുക്കുകയും അവിടെ ആ ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യുന്ന എംപ്ലോയീസും ഉണ്ടായിരിക്കും. ഇവർ തമ്മിലൊരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഓക്കെ, അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിയെ ഇമ്പ്രൂവ് ചെയ്യിക്കും. ഓക്കെ, പ്രൊഡക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയറുമായിട്ട് എനിക്ക് നല്ലൊരു കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ആ ഓർഗനൈസേഷന് വേണ്ടി എൻ്റെ ഏറ്റവും ബെസ്റ്റ് രീതിയിൽ ഞാൻ വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കും. അതുകൊണ്ടാണ് കോഓപ്പറേഷൻ ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി എന്നുള്ള ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്.
And the fifth one is the division of work between management and the workers. ഡിവിഷൻ ഓഫ് വർക്ക് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ് എന്ന് പറയുന്നത്, അതായത് ഒരു ഓർഗനൈസേഷനിൽ എന്തുണ്ടായിരിക്കും, കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. ഈ റെസ്പോൺസിബിലിറ്റി വർക്കേഴ്സും മാനേജ്മെൻറ്റിൻ്റെ ഇടയിൽ എന്തുണ്ടായിരിക്കണം, അവർ ഓരോരുത്തരും പെർഫോം ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. എല്ലാം കൂടി ഒരു മാനേജർ ഞാൻ തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്, ആ എംപ്ലോയീസിന് എന്ത് അവർ വരിക, എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുക, പോവുക, അത്രേ അവർക്ക് ഉണ്ടായിരിക്കില്ല. അങ്ങനെയല്ല, ഒരു മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ എംപ്ലോയീസിനൊക്കെ കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നിട്ട് അവരെയും കൂടി കൂട്ടിച്ചേർത്ത് എല്ലാവർക്കും, അതായത് ഓരോ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. ഓരോ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ എന്താണ് ഓരോരുത്തർക്കായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഉത്തരവാദിത്തം ചെയ്ത് തീർക്കുന്നതിൽ അയാൾക്കൊരു എനിക്ക് തന്നൊരു ഡ്യൂട്ടി ഞാൻ ചെയ്ത് തീർക്കുന്നതിൽ എൻ്റെ ഒരു കഴിവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് തീർക്കാൻ ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എങ്കിൽ അവർക്കും കൂടുതൽ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ അവർക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവും ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യാൻ. സോ എന്ത് ചെയ്യുക, റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടൈലർ അഡ്വക്കേറ്റഡ് ഡിവൈഡിങ് റെസ്പോൺസിബിലിറ്റി ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ് സോ ദാറ്റ് ഈച്ച് വർക്കർ വുഡ് പെർഫോം ഹിസ് ഡ്യൂട്ടീസ് മോർ എഫിഷ്യൻ്റ്ലി. ഹിസ് ഐഡിയ വാസ് ടു സെപ്പറേറ്റ് പ്ലാനിങ് ഫ്രം എക്സിക്യൂഷൻ. അതേപോലെ തന്നെ ടൈലർക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, പ്ലാനിങ്ങും എക്സിക്യൂഷനും എന്താണ്, രണ്ടും വേറെയാണ്. പ്ലാൻ ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്, സൂപ്പർവൈസേഴ്സിൻ്റെയോ അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെയോ റെസ്പോൺസിബിലിറ്റിയാണ്. പ്ലാൻ ചെയ്യുക, ഒരു ഓർഗനൈസേഷന് വേണ്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ആ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കുന്നില്ലേ എന്ന് നോക്കുന്നതും ഒരു ഓർഗനൈസേഷനിലെ മാനേജേഴ്സാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റാണ് ചെയ്യുന്നത്. ആൻഡ് എംപ്ലോയീസിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കും, ആ പ്ലാൻ ചെയ്ത വർക്ക്, ഓരോരുത്തർക്കും അസൈൻ ചെയ്ത് കൊടുത്ത വർക്ക് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത് എംപ്ലോയീസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ടേം ഉണ്ട്, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയും. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് പ്രകാരം ഒരു ഓർഗനൈസേഷനിൽ ഒരു സൂപ്പർവൈസറുടെ അണ്ടറിൽ കുറച്ച് വർക്കേഴ്സ് ഉണ്ടായിരിക്കും. ആ വർക്കേഴ്സിനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരോ ഏരിയയിൽ ഓരോരോ തരത്തിലുള്ള ബോസുകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള മാനേജേഴ്സോ അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സോ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. അപ്പോൾ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്നുള്ള ടേം അദ്ദേഹം കൊണ്ടുവന്നത് ഇത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ്, ഓരോരുത്തരുടെയും ഡ്യൂട്ടീസ് അവർ എഫിഷ്യൻ്റായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. സോ ഡിവിഷൻ ഓഫ് വർക്ക് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് ദ വർക്കേഴ്സ് എന്ന ടേമിൽ നമുക്ക് എന്തൊക്കെ പറയാം. ഒന്ന് എന്ത് ചെയ്യുക, റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യുക, മാനേജേഴ്സും വർക്കേഴ്സിൻ്റെ ഇടയിൽ റെസ്പോൺസിബിലിറ്റീസ് അവർ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് ചെയ്യാനുണ്ടാവും, അത് കറക്റ്റായിട്ട് ചെയ്യുക. ഇവിടെ അദ്ദേഹം പറഞ്ഞു മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, പ്ലാൻ ചെയ്യുകയും പ്ലാൻ ചെയ്ത കാര്യങ്ങളെ സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യാം. അതായത് ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെ നാളെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് മാനേജ്മെൻറ്റാണ് ഓർ മാനേജേഴ്സാണ്. അത് നമ്മൾ ആർക്കാ അസൈൻ ചെയ്ത് കൊടുക്കുക, വർക്കേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ വർക്കേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ആ അസൈൻ ചെയ്ത് തന്ന ഡ്യൂട്ടി എന്താണോ അത് ചെയ്യുക എന്നുള്ളത് വർക്കേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അങ്ങനെ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, എംപ്ലോയീസിൻ്റെ റെസ്പോൺസിബിലിറ്റി, അത് പ്ലാനിങ്ങും റെസ്പോൺസിബിലിറ്റിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അദ്ദേഹം കൊണ്ടുവന്നൊരു ടേമായിരുന്നു ഫങ്ഷണൽ ഫോർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ സിക്സ്ത് വൺ ഈസ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ഓഫ് വേജസ്. ഇവിടെ അദ്ദേഹം പറഞ്ഞു വേജസ് കൊടുക്കുന്നതിൽ എന്താണ് ഒരു ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ഉണ്ടാക്കുക. ഡിഫറൻസ് ആയിട്ട് ഓരോരുത്തർക്ക് ഓരോ തരത്തിലായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്, നമ്മൾ വേജസ് കൂലി എന്ന് പറയില്ലേ, അങ്ങനെ കൂലി കൊടുക്കുന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കണം. എങ്ങനെ, ടൈലർ ബിലീവ്ഡ് ദാറ്റ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഇൻസെൻറ്റീവ് ബിക്കോസ് മാൻ വർക്ക്സ് ഫോർ ഗെറ്റിംഗ് മണി. നമ്മളെല്ലാവരും ടൈലർ വിശ്വസിക്കുന്നത് എന്ന് പറയുന്നത് നമുക്കും അങ്ങനെ തന്നെയാണ്. അതായത് ഏതൊരു വ്യക്തിയും അല്ലെങ്കിൽ 90% ഓഫ് പീപ്പിൾസ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്, ആ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ്, ആ ഒരു ജോബ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് തിരിച്ച് കിട്ടുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ബെനിഫിറ്റുകൾ തന്നെ പല രീതിയിൽ കൊടുക്കുക ഓരോരുത്തർക്കായിട്ട്, അവരുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട്. എങ്ങനെയായിരിക്കും ഇപ്പോൾ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, എത്രയാണോ അയാളുടെ പ്രൊഡക്ടിവിറ്റി, ആ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് കൊടുക്കുന്നു, വേജസ് കൊടുക്കുക. ഓക്കെ, അവിടെ ഒരാൾ ഒരു സ്റ്റാൻഡേർഡും വയ്ക്കുക, ഒരു മിനിമവും വയ്ക്കുക. ഓക്കെ, അതായത് ഒരു ദിവസം 100 എണ്ണം സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ 100 എണ്ണം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 100 രൂപ കിട്ടും. അപ്പോൾ അതിലൊരു മിനിമം വയ്ക്കുക. മിനിമം എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഒരു 80 ആണ് മിനിമം. ഓക്കെ, മിനിമം അത്രയെങ്കിലും എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ 80 പ്രൊഡ്യൂസ് ചെയ്ത് 80 തന്നെ കിട്ടുള്ളൂ. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 100 ആയിക്കോട്ടെ. അപ്പോൾ 100 വെച്ച് കഴിഞ്ഞാൽ 100 പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് 80 കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് 100 എത്തിയാൽ അവർക്ക് നമുക്ക് എന്ത് കൊടുക്കാം, ഒരു 110 റുപ്പീസ് എക്സ്ട്രാ കൊടുക്കാം. ഓക്കെ, ഒരു 10 രൂപ എക്സ്ട്രാ കൊടുക്കുന്നു. ഇനി അതല്ല
100ഉം കഴിഞ്ഞ് ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ അയാൾക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 120 ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 200 വേജ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ അവർ പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ സാധനങ്ങൾ എന്താണ്, പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, അത് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ. അപ്പോൾ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ഹയർ റേറ്റ് ഓഫ് വേജസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് എന്തുണ്ടായിരിക്കും, ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യും, നമ്മളെ പ്രൊഡക്ടിവിറ്റി കൂടും, സാധനങ്ങൾ ടൈം വേസ്റ്റ് ആവുന്നതൊക്കെ ഇല്ലാതെയാക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ഓഫ് വേജസ് എന്നൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് മെൻ്റൽ റെവല്യൂഷൻ. മെൻ്റൽ റെവല്യൂഷൻ എന്ന ടേം കൊണ്ട് മീൻ ചെയ്തിട്ടുള്ളത് വർക്കേഴ്സ്. ഓക്കെ, Taylor emphasized that the mental revolution between both managers and employees, മാനേജേഴ്സിൻ്റെയും അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ഇടയിൽ എന്തുണ്ടായിരിക്കണം, മെൻ്റൽ റെവല്യൂഷനെ കുറിച്ചിട്ട് അദ്ദേഹം ചിന്തിച്ചു. മെൻ്റൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് പറയുന്നത്. അതായത് ഞാനിപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാനിപ്പോൾ എങ്ങനെയായിരുന്നു എൻ്റെ മൈൻഡിനെ കൊണ്ടുപോകുന്നത്, ആൻഡ് ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്, അതിനനുസരിച്ച് നമ്മളെ മെൻ്റൽ ചേഞ്ചസ് ആണ് ടൈലർ മെൻ്റൽ റെവല്യൂഷൻ എന്ന ടേം കൊണ്ട് മീൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ എന്നാണ് മീൻ ചെയ്യുന്നത്. ഇവിടെ വർക്കേഴ്സിനും അതുപോലെ തന്നെ മാനേജേഴ്സിനും എന്തുണ്ടായിരിക്കണം, ആ ഓർഗനൈസേഷൻ നമ്മുടെ ആണ് എന്നൊരു ഫീലിംഗ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ workers start feeling that the enterprise is their own and they put their heart and soul in the work assigned. അങ്ങനെ ആളുകൾക്ക്, അതായത് എവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അല്ലെങ്കിൽ വർക്കേഴ്സിന് തോന്നുകയാണ് ഈ ഓർഗനൈസേഷൻ നമ്മുടെയാണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് എന്തും ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഹൃദയവും ആത്മാവും കൊടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്ന ആ ഒരു പൊസിഷനിലോട്ട് എംപ്ലോയീസിനെ എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൈൻഡിൽ തോന്നുന്ന കാര്യമാണത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ദിവസം കുറച്ച് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാലൊന്നും ഒരു മരുന്ന് കൊടുത്തുണ്ടാക്കാൻ പറ്റുന്നതല്ല. ആ എംപ്ലോയിക്ക് ആ ഓർഗനൈസേഷനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു മെൻ്റൽ റെവല്യൂഷൻ എന്നുള്ള സ്റ്റേറ്റിലോട്ട്, അതായത് മൈൻഡിനെ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു മെൻ്റൽ ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ടൈലർ മെൻ്റൽ റെവല്യൂഷൻ എന്ന ടേം കൊണ്ട് മീൻ ചെയ്തത്. ദർ ഇസ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഈച്ച് അതർ, ബോത്ത് മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ്. മാനേജ്മെൻറ്റിൻ്റെ എംപ്ലോയീസിനൊക്കെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇതുമായിട്ട് ഓർഗനൈസേഷനുമായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു മെൻ്റൽ റെവല്യൂഷൻ എന്ന ടേം കൊണ്ട് മീൻ ചെയ്തത്. അപ്പോൾ ഇത്രയും ഈ 7 പ്രിൻസിപ്പിൾസ് ആയിരുന്നു FW ടൈലർ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിന് വേണ്ടി ടൈലർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു 7 പ്രിൻസിപ്പിൾസാണ് ഇതെന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ഡെവലപ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്സ് ഡെവലപ്പ് ചെയ്യുക. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി നമ്മൾ എന്ത് ചെയ്യുക, പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുക. ദെൻ പ്ലാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, അത് എവിടെ ചെയ്യണം, അതുപോലെ തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുക. മെറ്റീരിയൽസ്, ടൂൾസ്, എക്യുപ്മെൻറ്റ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് ടൂൾ ഏതാണ് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ അറിഞ്ഞു വെക്കുക. പിന്നെ ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു, അതിനിടയിൽ അവർ എത്ര മൂവ്മെൻറ്റ് നടത്തുന്നു, കാര്യങ്ങളൊക്കെയാണ് ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസിൽ പറയുന്നത്. ആൻഡ് തേർഡ് പോയിൻ്റ് ആയിട്ടുള്ള ദ സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്കേഴ്സിനെ സയൻറ്റിഫിക് സെലക്ഷൻ നടത്തുക, അതുപോലെ തന്നെ ട്രെയിനിങ്, അതായത് ആ ജോബിന് ഏറ്റവും റിക്വയർഡ് ആയിട്ടുള്ള വ്യക്തിയെ സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് വർക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. പിന്നെ വർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വീണ്ടും അയാൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് ഏറ്റവും ബെസ്റ്റ് പേഴ്സണലാക്കി മാറ്റുക. Then the fourth one is cooperation between employer and employees. കോഓപ്പറേഷൻ ബിറ്റ്വീൻ, അതായത് എംപ്ലോയർക്കും എംപ്ലോയീസിനും തമ്മിൽ, ആ ഒരു ഓർഗനൈസേഷനിലെ സുപ്പീരിയറിനും അതുപോലെ തന്നെ വർക്കറിനും തമ്മിൽ എന്തുണ്ടായിരിക്കുക, ഒരു നല്ലൊരു കോഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഹാർമോണിയസ് അഡ്ജസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഒരു മ്യൂച്വൽ കോഓപ്പറേഷൻ ഉണ്ടാക്കുക. അത് ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യിക്കും. ആൻഡ് ദ ഫിഫ്ത്ത് വൺ, ദ ഡിവിഷൻ ഓഫ് വർക്ക് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് ദ വർക്കേഴ്സ്. റെസ്പോൺസിബിലിറ്റീസൊക്കെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് പ്ലാനും സൂപ്പർവൈസും ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷനിലെ സുപ്പീരിയർ ആയിട്ടുള്ള മാനേജേഴ്സാണ്. അതുപോലെ തന്നെ മാനേജേഴ്സ് കൊടുക്കുന്ന വർക്കുകൾ, പ്ലാൻ ചെയ്തിട്ട് കൊടുക്കുന്ന വർക്കുകൾ, അസൈൻ ചെയ്ത് കൊടുത്ത വർക്കുകൾ അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് ഏറ്റവും നന്നായിട്ട് ചെയ്യുക എന്നുള്ളത് എംപ്ലോയീസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് അവിടെയാണ് ഫങ്ഷണൽ ഫോർമാൻ എന്നുള്ളൊരു ടേമും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്തരത്തിൽ നമ്മളൊരു കറക്റ്റായിട്ട് ഡിവിഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ലേബർ ഡിവിഷൻ ചെയ്ത് കൊടുത്ത ഒരു സ്പെഷ്യലൈസേഷനോടെ ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ
ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, 6th പോയിൻ്റ് ആയിരുന്നു ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വേജുകൾ കൊടുക്കുക. ഓക്കെ, പ്രൊഡക്ടിവിറ്റി ഏറ്റവും ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്ക് ഏറ്റവും ഹയസ്റ്റ് വേജും അതുപോലെ തന്നെ ഏറ്റവും കുറയുന്ന ആൾക്ക് അതിൽ ഏറ്റവും ലോവസ്റ്റ് വേജസുമായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ എന്നും ഏറ്റവും നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളെയും കൂടി എഫിഷ്യൻസി ഇല്ലാതാക്കും മറ്റുള്ള വേജസ് സിസ്റ്റം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആൻഡ് മെൻ്റൽ റെവല്യൂഷൻ, ഒരു മെൻ്റൽ സ്റ്റേറ്റ്, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് മാനേജേഴ്സിനും അതുപോലെ തന്നെ എംപ്ലോയീസിനും ഇടയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെയായിരുന്നു ടൈലറുടെ പ്രിൻസിപ്പിൾസിൽ പറഞ്ഞത്. ഓക്കെ, ഇനി ഇതിൽ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 3 പേരെ കുറിച്ച് പിന്നെയും പറയുന്നുണ്ട്. അതായത് ടൈലറിനെ പോലെ തന്നെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഒക്കെ നൽകിയ ഹെൻറി ലോറൻസ് ഗാനറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ, ഈ FW ടൈലറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ കുറേ കാലങ്ങളും അദ്ദേഹം കൂടുതലായിട്ടും സയൻസ് ഓഫ് മാനേജ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളിലൊക്കെയായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതിൽ മാനേജ്മെൻറ്റ് ഫംഗ്ഷനൊക്കെ ഏതൊക്കെ ഏരിയയിൽ ആപ്ലിക്കബിൾ ആണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആൻഡ് അദ്ദേഹം കൂടുതലായിട്ടും പ്രോഫിറ്റിനെയൊക്കെ കൂടുതൽ എന്ത് ചെയ്തു, ഇമ്പോർട്ടൻസ് കൊടുത്തത് സർവീസിനായിരുന്നു. ആൻഡ് മാനേജ്മെൻറ്റിൽ ലീഡർഷിപ്പ് ഫംഗ്ഷനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം ചെറുതായിട്ട് ചില കോൺട്രിബ്യൂഷൻസ് ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ അറിഞ്ഞു വെക്കാൻ വേണ്ടി പറയുന്നത് മാത്രം. ഫർദർ റീഡിങ്സ് നിങ്ങൾ തന്നെ നടത്തുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ദെൻ ഫ്രാങ്ക് ബങ്കർ ഗിൽബർത്തും ഇതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്ത് അവിടെ നിന്ന് ഏറ്റവും പലതരത്തിലുള്ള മോഷൻ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ പഠിച്ചത്. അതുപോലെ തന്നെ ടൈം സ്റ്റഡി, എങ്ങനെ ബിഗിനിങ്ങിൽ വർക്കേഴ്സിന് എങ്ങനെ ട്രെയിനിങ് കൊടുക്കാം, അതുപോലെ തന്നെ അവരുടെ പൊസിഷൻ പ്ലാനും പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ സ്റ്റഡി നടത്തിയത് ആയിരുന്നു ഫ്രാങ്ക് ബങ്കർ ഗിൽബർത്ത്. ദെൻ ദ തേർഡ് വൺ ഈസ് മിസ്സസ് ലില്ലിയൻ മുള്ളർ ഗിൽബർത്ത്. നമ്മൾ ലില്ലിയൻ മുള്ളർ ഗിൽബർത്തിനെ പറഞ്ഞിരുന്നു മദർ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അറിയപ്പെട്ടത്. ഗിൽബർത്തിൻ്റെ വൈഫാണ് ഇവർ. അതുപോലെ തന്നെ ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സൂപ്പർ വുമൺ എന്നറിയപ്പെടുന്നു. കാരണം ഒരേ സമയം എന്ത് ചെയ്തു, ഫാമിലിയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് മാനേജ്മെൻറ്റിലേക്ക് നൽകുകയും ചെയ്തൊരു വ്യക്തി ആയതുകൊണ്ട് നമ്മൾ സൂപ്പർ വുമൺ ഓഫ് മാനേജ്മെൻറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ലില്ലിയൻ ഗിൽബർത്താണ്. ആൻഡ് ഒരു വർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് ലില്ലിയൻ ഗിൽബർത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഒക്കെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലോട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ കൂടെ ചേർന്നിട്ട് മോഷൻ സ്റ്റഡി പോലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ കൂടുതൽ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുള്ളതാണ് മിസ് ലില്ലിയൻ ഗിൽബർത്ത്. നമ്മുടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിന് തന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺട്രിബ്യൂഷൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്ലൈഡിലോട്ട് നമ്മൾ പോവുകയാണ്, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ FW ടൈലറും അദ്ദേഹം തന്നിട്ടുള്ളൊരു പ്രിൻസിപ്പിളും പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലോട്ട് കുറച്ച് പ്രിൻസിപ്പിൾസ് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു ജോബ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേയിലൂടെ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ക്ലിയർ കട്ട് വ്യൂ ആണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഒരു ചെറിയൊരു ടേമിൽ നമുക്ക് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പറയുകയാണെങ്കിൽ ഇറ്റ്സ് മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ഇംപ്രൂവിങ് ഇക്കണോമിക് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇക്കണോമിക് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും, അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യിക്കുകയാണ്. എങ്ങനെ? എസ്പെഷ്യലി ലേബർ പ്രൊഡക്ടിവിറ്റി. അതായത് ഒരു ഓർഗനൈസേഷനിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുന്ന ലേബറിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അയാളെ പെർഫോം ചെയ്യിക്കാനുള്ളൊരു പ്ലേസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ എഫിഷ്യൻസി മാക്സിമം ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയല്ലേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം തന്നെ മതി. എന്തിന്? അവരുടെ എഫിഷ്യൻസി ഏറ്റവും ഹയസ്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട്. സോ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. It was one of the earliest attempts to apply science to the engineering of process to മാനേജ്മെൻറ്റ് പ്രോസസ്സിലോട്ട് സയൻസിനെ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അതായത് സയൻസിലാണ് എന്ത് ചെയ്യുന്നത്, കറക്റ്റായിട്ടുള്ളൊരു വേയിലൂടെ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഒബ്സർവേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഹ്യൂമൻ ബീയിങ്സിനെ കുറിച്ച് പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ മെൻ്റൽ റെവല്യൂഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ് ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലാണ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളതല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സയൻസ് എന്ത് ചെയ്യണം, മാനേജ്മെൻറ്റിൽ അപ്ലൈ ചെയ്യുന്നതിന് നമുക്ക് സിംപ്ലി അങ്ങനെ മീൻ ചെയ്യാം. സിംപ്ലി ദ അപ്ലിക്കേഷൻ ഓഫ് സയൻസ് ഇൻ ദ മാനേജ്മെൻറ്റ് ഈസ് നോൺ ആസ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സിംപ്ലി എത്രയേ ഉള്ളൂ, നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാനേജ്മെൻറ്റിലോട്ട് അപ്ലൈ ചെയ്യുന്നു. സോ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് men to do and seeing that they do it the best and cheapest way. ഓക്കെ, ടൈലർ തന്നിട്ടുള്ള ഡെഫിനേഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിൽ പറയുന്നത് എന്താണ്, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എക്സാക്ട്ലി എന്താണ്, ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത് എന്നും ആ
ചെയ്യുന്നത്, അത് എങ്ങനെയാണ് ഏറ്റവും നന്നായി ചെയ്യുന്നത്, ഏറ്റവും ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേയിലൂടെ അത് എങ്ങനെ ചെയ്യും എന്നുള്ളതും നമ്മൾ പഠിക്കുന്നത് എവിടെയാണ്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് നോയിങ് എക്സാക്ട്ലി വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് ഇൻ ദ ബെസ്റ്റ് ആൻഡ് ദ ചീപ്പസ്റ്റ് വേ. അതായത് ഒരു കാര്യം ഏറ്റവും ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേയിലൂടെ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ആർട്ടാണ്. അങ്ങനെ നമുക്ക് മീൻ ചെയ്യാം, അങ്ങനെ ആണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനെ കുറിച്ച് ചെറിയൊരു കാര്യം പറഞ്ഞു. അതിൻ്റെ ഡെഫിനേഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. ടൈലറുടെ നല്ലൊരു ഡെഫിനേഷൻ ഉണ്ട്. ആൻഡ് അതിലേക്ക് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹാർലോ എസ്പേഴ്സിൻ്റെ ഡെഫിനേഷനും ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ എക്കണോമിക് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യിക്കുക എങ്ങനെ? സ്പെഷ്യലി ലേബർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്നതിലൂടെ. ആൻഡ് ഒരു ജോബ് അല്ലെങ്കിൽ സയൻസ് മാനേജ്മെൻറ്റിലോട്ട് അപ്ലൈ ചെയ്യുന്നതിനെയും നമുക്ക് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് നോയിങ് എക്സാക്ട്ലി വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ദ ബെസ്റ്റ് ആൻഡ് ദ ചീപ്പസ്റ്റ് വേ. ഓക്കെ, ദെൻ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. അതിൽ ഫീച്ചേഴ്സ് ഓർ ടെക്നിക് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് വൺ വരുന്നത് സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് ഡൂയിങ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ടേം, സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് ഡൂയിങ്. ടൈലർ എംഫസൈസ് ദാറ്റ് പ്ലാനിങ് ഷുഡ് ബി ലെഫ്റ്റ് ദ, നമ്മൾ ഓൾറെഡി ഇത് മുന്നേ പറഞ്ഞു, അതായത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് തന്നെയാണ്, ഏകദേശം പ്രിൻസിപ്പിൾസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ആ ഒരു മോഡൽ തന്നെയാണ് ഫീച്ചേഴ്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത്. അത് നമ്മൾ ഡിവിഷൻ ഓഫ് വർക്ക് ബിറ്റ്വീൻ ലേബർ ആൻഡ് വർക്കേഴ്സ്, അല്ല മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു പോയിന്റ് തന്നെയാണ് ഇവിടെയും പറയുന്നുള്ളൂ. അതായത് എന്താണ്, പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആരായിരിക്കും? സൂപ്പർവൈസേഴ്സും. വർക്കേഴ്സ് എന്ത് ചെയ്യുന്നു? ഓപ്പറേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വർക്കേഴ്സും ആയിരിക്കും. പ്ലാനിങ് എന്ന് പറയുന്നത് സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ മാനേജറുടെ ഓർ സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് അത് എങ്ങനെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു വർക്കിനെ ചെയ്യുന്നത്, ഓക്കെ, ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് സൂപ്പർവൈസറും ചെയ്യുന്നത് ആരായിരിക്കും? എംപ്ലോയീസ് ഓർ വർക്കേഴ്സും ആയിരിക്കും. ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് വർക്കേഴ്സും പ്ലാൻ ചെയ്യുന്നത് സൂപ്പർവൈസറുടെയും റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളതായിരുന്നു പറഞ്ഞത്. അപ്പോൾ പ്ലാനിങ്ങിനും ഡൂയിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യാണ്. ഒരു കാര്യത്തിനെ നമ്മൾ തീരുമാനിക്കുന്നതും അത് ചെയ്യുന്നതും രണ്ടിനും നമ്മൾ സെപ്പറേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, അത് രണ്ടുപേർക്ക് ഡ്യൂട്ടികളായി കൊടുത്തിട്ട് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ഒരു ഫീച്ചറായിരുന്നു സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിനെ നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്നോട് ഇത്രയും മീൻ ചെയ്യുന്നുള്ളൂ. F.W. Taylor felt that it was not possible to get in one man the combination of brain, education, technical skill and other qualities necessary to handle all the requirements of an operation. He advocates functional foremanship to supervise workers. Under this system, 8 persons are involved to direct the activities of a workers. Okay, ഇതിൽ നിങ്ങൾ ടെക്സ്റ്റിന് നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 8 പേരെ ചേർന്നിട്ടുള്ള, അതായത് 8 വ്യക്തികൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു വർക്കർ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിനെ ഡയറക്റ്റ് ചെയ്യുന്ന അയാൾക്ക് വേണ്ടിയിട്ട് ഗൈഡൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, അതിൽ വരുന്നതാണ് നെക്സ്റ്റ് സൈഡിൽ ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, പ്ലാനിങ് ഓഫീസറുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, പ്രൊഡക്ഷൻ ഓഫീസറും ഉണ്ട്. ഇവർ രണ്ടുപേരും ചേർന്നിട്ട് എന്ത് ചെയ്യണം, ഒരു വർക്കർക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ബോസുകളായിട്ട് മാറണം. അപ്പോൾ പ്ലാനിങ് ഓഫീസറുടെ അണ്ടറിൽ റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനറിയൻ പറഞ്ഞിട്ടുള്ള 4 ആളുകളും, പ്രൊഡക്ഷൻ ഓഫീസറുടെ കീഴിൽ സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. അങ്ങനെ ഈ 8 പേര് ചേർന്നിട്ടാണ് ഒരു വർക്കറിനെ ഡയറക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ലേറ്റർ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫീച്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ അപ്പോൾ സെക്കൻഡ് ഫീച്ചറിൽ പറഞ്ഞത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പാണ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ എന്ത് പറഞ്ഞു, ഒരു വർക്കർക്ക് ഒരു വർക്ക് ഏറ്റവും ബെസ്റ്റ് വേയിലൂടെ ചെയ്യുന്നതിന് പല വ്യക്തികൾ അവർക്ക് സൂപ്പർവിഷൻ കൊടുക്കേണ്ടി വരും. അത് പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതായിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു വർക്ക് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന 4 പേരായിക്കോട്ടെ. അപ്പോൾ പ്ലാനിങ്ങോ പ്രൊഡക്ഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളവരായിക്കോട്ടെ. പക്ഷേ 8 പേഴ്സൺസാണ് ടൈലർ എംഫസൈസ് ചെയ്തത്. ഓക്കെ, 8 പേരുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. Then the third one is scientific work study. Scientific work study എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, work studies or job analysis is undertaken to determine the time a reasonably normal worker would take to do a work perfectly or takes to complete the work.
ഒരു ജോലി ചെയ്ത് തീർക്കാൻ നോർമൽ ഒരു വർക്കർക്ക് വേണ്ട സമയം എത്രയാണെന്നുള്ളത് നമ്മളോട് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, വർക്ക് സ്റ്റഡി ചെയ്യുന്നതിൽ അതാണ് സയൻറ്റിഫിക്കലി ഒരു വർക്ക് സ്റ്റഡി നടത്തുകയാണ്. അതായത് ദ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് എ ജോബ് വിച്ച് റിക്വയേഴ്സ് ദ ലേസ്റ്റ് മൂവ്മെൻറ്റ് കോൺസിക്വൻ്റ്ലി ലെസ് ടൈം ആൻഡ് കോസ്റ്റ്. ഏറ്റവും കോസ്റ്റ് കുറച്ച് അതുപോലെ തന്നെ ഏറ്റവും ടൈം കുറച്ചൊരു നോർമലായിട്ടുള്ളൊരു വ്യക്തിക്ക് ആ വർക്ക് ചെയ്യാൻ എത്ര സമയം വേണ്ടി വരുമെന്നുള്ളതാണ് സയൻറ്റിഫിക് വർക്ക് സ്റ്റഡി എന്ന ടേമിൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു ജോലിയെക്കുറിച്ച് പഠിക്കുകയാണ്. എനിക്കൊരു ജോലി അസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ജോലിയാണ് അസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പം ഞാൻ നോർമലി ഒരു വ്യക്തിക്ക് ആ ജോലി ചെയ്ത് തീർക്കാൻ എത്ര സമയം വേണ്ടി വരും, അല്ലെങ്കിൽ എത്ര കോസ്റ്റ് വേണ്ടി വരും, അതിൻ്റെ ഇടയിൽ എന്തൊക്കെ തരത്തിലുള്ള മൂവ്മെൻറ്റുകളാണ് ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ടൈം സ്റ്റഡി, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മോഷൻ സ്റ്റഡി, ആൻഡ് ദ തേർഡ് വൺ ഈസ് ഫാറ്റിക് സ്റ്റഡി. ഓക്കെ, ടൈം സ്റ്റഡി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്, അപ്പോൾ വർക്ക് സ്റ്റഡി പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് വാരിയസ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്ക്. ഒരു വർക്ക് ചെയ്യുന്നതിനിടയിൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വേണമായിരുന്നു ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ വർക്ക് ദ ടൈം എ മൂവ്മെൻറ്റ് ടേക്സ് ടു കംപ്ലീറ്റ്. ഇറ്റ് ഈസ് സ്റ്റഡി ടു find out the time taken to a various operation of a job and determine the time should be taken for reasonably skilled workman to perform a job. ടൈം സ്റ്റഡി എന്നുള്ളത് നമുക്ക് ആ ഒരു പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഒരു ടൈം സെറ്റ് ചെയ്യുക, അതായത് നോർമലി ഒരു വ്യക്തിക്ക് ഒരു ജോലി ചെയ്ത് തീർക്കാൻ എത്ര സമയം വേണം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ടൈം സ്റ്റഡി കൊണ്ട് പഠിക്കുന്നത്. ഓക്കെ, ഒരു സ്കിൽഡ് വർക്ക്മാൻ, അത്ര ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളതല്ല എങ്കിലും ഒരു നോർമലി ആ ഒരു ജോലി ചെയ്ത് അറിയാവുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു ജോലി ചെയ്ത് തീർക്കാൻ എത്ര സമയം ആവശ്യം വരും, അതിൻ്റെ ഇടയിൽ അയാൾക്ക് എത്ര റെസ്റ്റ് പീരീഡും കാര്യങ്ങളും വേണം എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക എന്നുള്ളതാണ് ടൈം സ്റ്റഡിയിൽ മീൻ ചെയ്യുന്നത്. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് മോഷൻ സ്റ്റഡി. മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് സ്റ്റഡി ഓഫ് മൂവ്മെൻറ്റ്സ് ആണ്. ഓക്കെ, വിച്ച് ആർ ഇൻവോൾവ് ഇൻ എ ഡൂയിങ് വർക്ക്, അത് എത്ര മൂവ്മെൻറ്റുകൾ ആവശ്യമുണ്ടെന്നുള്ളത്. ബൈ അൺനെസസറി മൂവ്മെൻറ്റ്സ് ആർ എലിമിനേറ്റഡ് വൈൽ ഡൂയിങ് ദ വർക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ജോലി ചെയ്യാൻ ഏൽപ്പിച്ചു, രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യേണ്ട ഒരു വർക്കാണ്. അങ്ങനെ ഒരു വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ടൈം സ്റ്റഡി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ മോഷൻ സ്റ്റഡിയിലെ ഇപ്പോൾ പറയുന്നത്, അപ്പോൾ മോഷൻ സ്റ്റഡിയിൽ പറഞ്ഞത് ഒരു വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്, അത് നമുക്ക് വൈകുന്നേരം വരെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഓർഗനൈസേഷനിൽ അയാൾ വരുന്ന സമയം 9 മണിക്ക് അയാൾ പഞ്ച് ചെയ്യുന്നു. പഞ്ച് ചെയ്ത് ആ വർക്ക് സൈറ്റിലോട്ട് എത്താൻ എത്ര സമയം എടുത്തു? ഇപ്പോൾ 9 മണിക്ക് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 9:10 ആവും, അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അങ്ങനത്തെ എന്തെങ്കിലും പണികളാണെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവിടെ എത്തുമ്പോഴേക്കും 9:05 ആവുന്നു. അപ്പോൾ 5 മിനിറ്റ് അവരുടെ ഒരു മൂവ്മെൻറ്റ് അവളവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ 5 മിനിറ്റ് ഒരു മൂവ്മെൻ്റ് ആണ്. ദെൻ അത് കഴിഞ്ഞ് അവർ വന്നിരുന്നു, ഒരു 11 o'clock വരെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ദെൻ 11 to 11:15 എന്താണ് അവർക്ക് ടീ ബ്രേക്കാണ്. അങ്ങനെ ടീ കഴിക്കാം, അപ്പോൾ ഒരു 15 മിനിറ്റ്സ് അവിടെ, അപ്പോൾ ടോട്ടൽ 20 മിനിറ്റ്സ് ആയി. അങ്ങനെ ഒരു വർക്ക് ചെയ്യുമ്പോൾ എത്ര മൂവ്മെൻറ്റുകൾ അവർ നടത്തുന്നുണ്ട്, നെസസറി ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ എത്രയാണെന്നുള്ളത് നോക്കുക. അപ്പോൾ ആ മൂവ്മെൻറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ ഒരു വർക്ക് അടുത്തത് ആൾ ചെയ്യുമ്പോഴും അത്ര മൂവ്മെൻറ്റ്സേ നടത്താൻ പാടില്ല. അപ്പോൾ അൺനെസസറി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതോ അങ്ങനെ വർക്കിൻ്റെ ഇടയിൽ നിന്ന് നീറ്റ് പോകുന്നതോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു മോഷൻ സ്റ്റഡിയിൽ ഉണ്ടായിരുന്നത്. ദെൻ ഫാറ്റിക് സ്റ്റഡി, തേർഡ് വൺ ഈസ് ഫാറ്റിക് സ്റ്റഡി. It shows the amount of and frequency of rest required for completing a work. Long duration of work without providing rest will cause exhaustion and fatigue. അതായത് ഫാറ്റിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ലെഷർ ടൈം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ടീ ബ്രേക്ക് അല്ല, ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനിൽ നിന്ന് ഇങ്ങോട്ട് നടന്നെത്താനുള്ള ദൂരമല്ല, അതുപോലെ തന്നെ ഒരു ലെഷർ ടൈമല്ല, ഇനി ഇടയിൽ ടീ ബ്രേക്കും അല്ല, അതല്ലാതെ വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള റെസ്റ്റ് എടുക്കില്ലേ. ഇപ്പോൾ ഒരു എംപ്ലോയി എന്ന് പറയുന്നത് എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ഓർഗനൈസേഷനിൽ റെസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസിനെ നമ്മൾ ടീച്ചേഴ്സിനെ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ടീച്ചർക്ക് ഒരു ദിവസം ഫുൾ അവർ ക്ലാസ് ഇടയിൽ ഒരു ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ അതെന്താണ്, ആ ഒരു ടീച്ചറിനെ അല്ലെങ്കിൽ ആ ഒരു മാൻ പവറിനെ അവിടെ എന്താണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്. അത്തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻസ് ഒന്നും നടത്തരുത്, അല്ലെങ്കിൽ അത് അവരുടെ ഹെൽത്തിനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ഇങ്ങനെ ക്ലാസ്സുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതെന്താണ് അവരുടെ ഹെൽത്തിനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റോങ് ആയിട്ട് എന്താ ഇനി പറയുക, അപകടകരമായിട്ട് ബാധിക്കും. ഓക്കെ, അപ്പോൾ അതില്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അവരുടെ ഒരു പൊട്ടൻഷ്യലൊക്കെ കൂട്ടണം. അപ്പോൾ അത്തരത്തിൽ ഇലക്ക് എന്തെങ്കിലും എനർജിയൊക്കെ കൊടുക്കാൻ വേണ്ടി കുറച്ച് നേരം ഒരു റെസ്റ്റ് കൊടുക്കുക. അത്തരത്തിൽ അത്യാവശ്യമായിട്ടുള്ള റെസ്റ്റുകൾ ഏതാണുള്ളത് എന്നുള്ളത് പഠിക്കുകയാണ് ഫാറ്റിക് സ്റ്റഡി, അല്ലെങ്കിൽ ലെഷർ ടൈം നോക്കുക. ഓക്കെ,
എന്നിട്ട് എംപ്ലോയീസിൻ്റെ വർക്കിംഗ് കണ്ടീഷനും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വർക്കിംഗ് കണ്ടീഷനൊക്കെ കൂട്ടി കൊടുക്കാം. കൂടുതൽ മെഷീനുകളൊക്കെ കൊണ്ടുവന്ന് അവർക്ക് കുറച്ചും കൂടി എളുപ്പമാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ലെഷർ ടൈം കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫാറ്റിക്ക് കുറച്ച് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയിയുടെ എക്സോഷൻ കുറച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്നൊരു സ്റ്റഡിയാണ് ഫാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സയൻറ്റിഫിക് വർക്ക് സ്റ്റഡിയിൽ ഒരു ജോലി ഏറ്റവും ബെറ്ററായിട്ട് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഒരു വർക്ക് ചെയ്യുന്നതിനിടയിൽ ഒരു എംപ്ലോയിനെ അല്ലെങ്കിൽ ഒരു വർക്കറിനെ എഫക്റ്റ് ചെയ്യുന്നുള്ളത് നോക്കുന്നതാണ് സയൻറ്റിഫിക് വർക്ക് സ്റ്റഡി. അതിൽ ടൈം സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്യാൻ എത്ര സമയമാണ് കറക്റ്റായിട്ട് വേണ്ടത് എന്നുള്ളത് നോക്കുക. ഓക്കെ, ഒരു നോർമൽ മാന്. ആൻഡ് മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അതിനിടയിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെസസറി മൂവ്മെൻറ്റുകൾ എത്രയാണെന്നുള്ളത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അൺനെസസറി അല്ലെങ്കിൽ വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള മൂവ്മെൻറ്റുകളെ ഒഴിവാക്കാം. ആൻഡ് തേർഡ് വൺ ഈസ് ഫാറ്റിക് സ്റ്റഡി. ഫാറ്റിക് സ്റ്റഡി എന്ന് പറയുമ്പോൾ ലെഷർ ടൈം അല്ലെങ്കിൽ റെസ്റ്റ് ടൈമിനെ കുറയ്ക്കുക. പക്ഷേ എന്ത് ചെയ്യണം, അവിടെ എംപ്ലോയീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാവരുത്. അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സമയത്തൊക്കെ റെസ്റ്റ് ടൈമുകൾ കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് ഇടയ്ക്ക് ബ്രേക്ക് കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബ്രേക്കുകൾ കൊടുക്കുക എന്നല്ലാതെ. അപ്പോൾ അതെപ്പോഴൊക്കെയാണ് നീഡായിട്ട് വേണ്ടതെന്നുള്ള സമയം നോക്കാൻ വേണ്ടിയിട്ടാണ് ഫാറ്റിക് സ്റ്റഡി നടത്തുന്നത്. ഓക്കെ, റെഡ്യൂസ് ഫാറ്റിക് നമുക്ക് അല്ലെങ്കിൽ റെഡ്യൂസ് ദ എക്സോഷൻ ഓഫ് എംപ്ലോയീസിൻ്റെ എക്സോഷൻ റെഡ്യൂസ് ചെയ്തിട്ട് അവരുടെ എനർജിയും കപ്പാസിറ്റിയൊക്കെ കൂട്ടുന്ന രീതിയിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യുക, വർക്ക് ടൈം കൊടുക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് ഫാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 3 സയൻറ്റിഫിക് വർക്ക് സ്റ്റഡി റിലേറ്റ് ചെയ്തിട്ടുള്ള ടേമുകൾ. അപ്പോൾ ഫീച്ചേഴ്സ് ഓർ ടെക്നിക് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് നമ്മൾ 3 പോയിൻറ്റ്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് ഡൂയിങ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് സയൻറ്റിഫിക് വർക്ക് സ്റ്റഡി. അപ്പോൾ ബാക്കി വരുന്ന 4 പോയിൻറ്റുകൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ നമുക്കിന്നിവിടെ നിർത്താം. താങ്ക് യു.